ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. ആ ഫോട്ടോ കാണിച്ച് പ്രഭാവതിയെ ചോദ്യം ചെയ്യുകയാണ് വിശാൽ. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, എനിക്ക് അയാളെ അറിയാം. ഞങ്ങളൊരു പ്രാവശ്യം വിപിന് പോളിയോ എടുക്കാനായി പോയപ്പോൾ ഇയാളെ അവിടെ വെച്ച് കാണുകയുണ്ടായി. അയാൾ ഞങ്ങളുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഗായത്രി ചേച്ചിയുടെ വിശ്വസ്തനായതുകൊണ്ട് തന്നെ ഞാൻ സമ്മതിക്കുകയായിരുന്നു. ഇയാൾ ഗായത്രി ചേച്ചിയെ കൊല്ലുമെന്ന് എനിക്കന്ന് അറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ പ്രഭാവതി പറയുമ്പോൾ അതൊക്കെ വിശ്വസിച്ച് നിൽക്കുകയാണ് വിശാൽ. എന്നാലും എൻ്റെ മോൻ എന്നെ സംശയിക്കുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് പ്രഭാവതി പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന വിപിൻ അവരുടെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങുകയാണ്. ഇത് ഞാനും ചേട്ടനുമാണല്ലോ, ഞങ്ങളുടെ കൂടെയുള്ളത് ആരാണെന്ന് വിപിൻ ചോദിക്കുന്നു. നിനക്ക് ഇയാളെ അറിയില്ലേ എന്ന് വിശാൽ ചോദിക്കുമ്പോൾ വിപിൻ്റെ മറുപടി ഭയന്ന് നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. എനിക്കൊന്നും അറിയില്ലെന്ന് പറഞ്ഞ് വിപിൻ തൻ്റെ മുറിയിലേക്ക് പോകുന്നു. തുടർന്ന് എല്ലാവരും പോയതിനു ശേഷം വിശാലിന്റെ കയ്യിൽ നിന്നും ആ ഫോട്ടോ വാങ്ങിക്കൊണ്ട് പാർവതി നേരെ ശേഖറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സത്യത്തിൽ നിങ്ങൾ ആരാണ്? നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതേ തെറ്റായി പോയെന്നാ എനിക്ക് തോന്നുന്നത്. വിശാൽ സാർ പറയുന്നു, ഗായത്രി അമ്മയെ കൊന്നത് നിങ്ങളാണെന്ന്. പക്ഷേ നിങ്ങളിവിടെ പ്രഭാവതി അമ്മയെ കൊല്ലാൻ നോക്കുന്നു. എന്താ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാരണം എന്ന് പാർവതി ചോദിക്കുമ്പോൾ ശേഖരൻ പറയുകയാണ്, അതൊന്നും പറയാൻ ഇതുവരെ സമയമായിട്ടില്ല. സമയമാകുമ്പോഴല്ലാതെ എനിക്ക് അതൊന്നും പറയാനും സാധിക്കില്ല. പിന്നെ സത്യങ്ങളെല്ലാം വിശാൽ മോൻ അറിഞ്ഞു കഴിഞ്ഞാൽ പാർവതിയെ എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ആരും കുറ്റപ്പെടുത്താനേ പോകുന്നില്ല. അതേസമയം പ്രഭാവതിയുടെ വായിൽ നിന്നും സത്യങ്ങളൊന്നും വിശാല് മനസ്സിലാക്കാത്തതിൻ്റെ സന്തോഷത്തിലായിരുന്നു ശേഖരൻ. എന്താണെങ്കിലും അവള് സത്യങ്ങളൊന്നും പറയാഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ അവളെ പോലീസ് കൊണ്ടുപോയിരുന്നെങ്കിൽ എനിക്കവളെ നരകവേദന അനുഭവിപ്പിച്ച് കൊല്ലാൻ സാധിക്കില്ലായിരുന്നു എന്നൊക്കെ ശേഖരൻ മനസ്സിൽ പറയുകയാണ്. വിശാൽ സാറിനെ ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. ആ കടമ എൻ്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാൻ നടത്തിയെടുത്തിരിക്കും. എനിക്ക് നിങ്ങളോട് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനിയും കൂടുതൽ പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. അല്ലെങ്കിൽ സത്യം ബോധിപ്പിക്കേണ്ടവരടുത്ത് നിങ്ങൾ സത്യം പറയുക തന്നെ വേണമെന്നും പാർവതി ശേഖരനോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും പ്രതാപനെയുമാണ്. ഞാൻ കരുതി ഇന്നത്തോടെ നമ്മുടെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞെന്ന്. ഓരോ നിമിഷവും വിശാലിന്റെ മുന്നിൽ ഭയന്നാ ഞാൻ നിന്നത്. ശേഖരനും ചേച്ചിയും തമ്മിലുള്ള എല്ലാ രഹസ്യങ്ങളും അവൻ കണ്ടുപിടിച്ചാലേ ഇന്ന് തന്നെ നമുക്കിവിടെ ഇറങ്ങേണ്ടി വന്നേനെ. എൻ്റെ പ്രതാപ, ഞാനും ഭയന്നു തന്നെയാ നിന്നത്. എന്ത് വിദ്യ കാണിച്ച് അവൻ്റെ മുന്നിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു കാര്യം മനസ്സിൽ തെളിഞ്ഞു. അവൻ്റെ മുന്നിൽ നമ്മൾ പതറിപ്പോയാലേ നമ്മളെ കൈയോടെ തന്നെ അവൻ പിടിക്കും. അവന് ഒട്ടും സംശയം തോന്നാത്ത വിധത്തിൽ വേണം കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാനെന്നും തോന്നി. അപ്പോഴാണ് ഇവിടെ നിന്ന് ഒരു കഥ മനസ്സിൽ വന്നത്. അത് ഞാൻ പറയുകയും ചെയ്തു. ചേച്ചി ആള് പുലി തന്നെയാണ്. ചേച്ചിയുടെ ബുദ്ധി അപാരം തന്നെയെന്നും പ്രതാപം പറയുന്നു. എൻ്റെ പ്രതാപ, ഇനിയും ഇതുപോലെയുള്ള പണികൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണെങ്കിലും ഒന്ന് കരുതിയിരിക്കണം. നമുക്ക് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. നീ വാ, ഞാൻ പറഞ്ഞു തരാം. അത്രയും പറഞ്ഞുകൊണ്ട് പ്രതാപനെ വിളിച്ചുകൊണ്ട് പ്രഭാവതി താഴേക്ക് പോകുമ്പോൾ പാർവതി ശേഖരനും കൂടി അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. ഇത് പ്രഭാവതിക്ക് കാട്ടിക്കൊടുക്കുകയാണ് പ്രതാപൻ. നമുക്ക് എന്താ അവരുടെ സംസാരമെന്ന് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതിയെ വിളിച്ചുകൊണ്ട് പ്രതാപൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അതേസമയം പ്രതാപനെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് ശേഖരൻ പാർവതി അത് കാണിച്ചു കൊടുക്കുന്നു. മോളെ, എനിക്കിപ്പോൾ ആഹാരം വേണ്ടെന്ന് ശേഖരൻ പറയുമ്പോഴാണ് പാർവതി പ്രഭാവതിയെയും പ്രതാപനെയും ശ്രദ്ധിക്കുന്നത്. അല്പമെങ്കിലും ആഹാരം കഴിക്കാൻ ശേഖരനെ പാർവതി നിർബന്ധിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന പ്രഭാവതി പറയുകയാണ്, നിനക്കെന്താ അടുക്കളയിൽ വേറെ ജോലിയൊന്നുമില്ലേ? ഇയാളെ എന്തിനാ നീ ഇങ്ങനെ തീറ്റിക്കാൻ നടക്കുന്നത്? അത്രയും പറഞ്ഞുകൊണ്ട് പാർവിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് പ്രഭാവതി. തുടർന്ന് പ്രതാപൻ ചോദിക്കുകയാണ്, മേലനങ്ങാതെ 3 നേരം ആഹാരം എന്തൊരു സുഖമാണല്ലേ? ഇത് കേൾക്കുന്ന ശേഖരൻ പറയുകയാണ്, നമ്മളെല്ലാവരും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണല്ലോ. എന്നെ പോലെ തന്നെ നിങ്ങളുമല്ലേ മേലനങ്ങാതെ ആഹാരം കഴിക്കുന്നത്? ഇത് കേൾക്കുന്ന പ്രതാപൻ ശേഖരനോട് ദേഷ്യപ്പെടാൻ തുടങ്ങുമ്പോൾ ഇയാളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നമുക്ക് അടിച്ചിറക്കണമെന്ന് പറഞ്ഞ് പ്രതാപനെ കൂട്ടിക്കൊണ്ട് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നു. ആരെയാണ് ഇവിടുന്ന് അടിച്ചിറക്കാൻ പോകുന്നതെന്ന് നീ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ പ്രഭാവതിയെന്ന് ശേഖരൻ മനസ്സിൽ പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്.